ഉല്ലാസയാത്ര എല്ലാവർക്കും പ്രിയമുള്ളതാണല്ലോ. കോട്ടയം പട്ടണത്തിലുള്ള ഒരു ഉല്ലാസ കേന്ദ്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ടൗണിൻ്റെ ഹൃദയഭാഗമായ കച്ചേരിക്കുന്ന് ബോട്ടിയെട്ടിയിനടുത്താണ്. ഈ ബോട്ടിയെട്ടി നവീകരിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. ഇവിടെ ആളുകൾക്ക് നടക്കുവാനും സായാഹ്നത്തിൽ വന്ന് ഇരിക്കുവാനുമൊക്കെയുമുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിയെട്ടിയുടെ നവീകരണമൊക്കെ കഴിഞ്ഞല്ലോ. ഇത് എന്തൊക്കെയാക്കാനാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ഒരു എൻജോയ്മെൻറ്റ് അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇവിടെ ഒരു കോട്ടയം ടൗണിൽ ഇങ്ങനൊരു വിശ്രമ കേന്ദ്രം യഥാർത്ഥത്തിൽ ഇല്ലെന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ ഒരു ഫുഡ് സർവീസ് കൂടെ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ആൻഡ് സ്നാക്സ് അതോടൊപ്പം തന്നെ ജ്യൂസ് കൗണ്ടറുകൾ, ഐസ്ക്രീം പാർക്കുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് വിനോദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചിക്കാര വള്ളങ്ങൾ ഇടുക, പിന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടുന്ന സൈക്കിളുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ നമ്മൾ അടിയന്തരമായി ഒരുക്കുന്നുണ്ട്. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സംവിധാനം നടക്കുന്നത്. ഓക്കെ. കേരള ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഇത് ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റും ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ. ഇതിൻ്റെ പ്രവേശനം എങ്ങനെയായിരിക്കും? പ്രവേശനം ഇപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഇത് പ്രവേശനം ചെയ്തിരിക്കുന്നത്. പിന്നെ വള്ളങ്ങൾക്ക് ഒക്കെ ചെറിയ ഒരു ഫീസ് ഉണ്ടാവും. വള്ളത്തെ എവിടം വരെ പോകാൻ പറ്റും? വള്ളത്തെ ഇപ്പം അതിനെ സംബന്ധിച്ചൊരു ഇതായിട്ടില്ല. വള്ളം വന്നതിന് ശേഷം ഒരു പാക്കേജ് ഉണ്ടാകും. ഓക്കെ. പിന്നെ അതിനകത്ത് ഫുഡ് വള്ളത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം, ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഇത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ കൂടുതലും നമ്മൾ മെയിനായിട്ട് ചെമ്മീന്, കരിമീന്, കൊഞ്ച അങ്ങനെയുള്ള വിഭവങ്ങൾ, ഒരു നാടൻ വിഭവങ്ങൾ കോട്ടയം ടൗണിൽ വളരെ കിട്ടാൻ കുറവുള്ള സംഭവമാണ്. അത് ആളുകളുടെ ഒരു താല്പര്യത്തിനും അനുസരിച്ച് ഒരു മിതമായ നിരക്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ സാധാരണ ജനങ്ങളെ കൂടെ ഇതിനകത്ത് ഭാഗവാക്കാകാനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ബോട്ടിൽ പോകാനാണോ ഉദ്ദേശിക്കുന്നത്? അതോ അത് ഞങ്ങൾ മുന്നോട്ട് ആലോചിക്കുന്നുണ്ട്. ഇവിടുന്ന് ആലപ്പുഴ ഇപ്പോൾ ഇവിടുത്തെ ഈ ഓക്കെ. നിലവിലുള്ള മറ്റേ ബോട്ടിയെട്ടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ അതൊന്നുമല്ലോ. ഇത് ബോട്ടിയെട്ടി ആയിരുന്നല്ലോ, നേരത്തെ ഒരു ബോട്ടിയെട്ടി ആയിരുന്നല്ലോ. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ ബോട്ട് വരുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. ബോട്ട് വരുന്ന പ്രദേശം കൂടുതൽ ഡെവലപ്പ് ചെയ്യും. നേരത്തെ പഴയ ബോട്ടിയെട്ടിയാണല്ലോ. പഴയ ബോട്ടിയെട്ടിയാണ്. അപ്പോൾ കോട്ടയം ടൗണിനെ സംബന്ധിച്ച് ഒരു വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. ഓക്കെ. ഇതിനകത്ത് ഇവിടുന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഇവിടുന്ന് കുമരകത്ത് പോകാനും ഒക്കെ എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കാനും പിന്നെ നല്ല രൂപത്തിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ വഞ്ചി വരാനുള്ള സ്ഥലമുണ്ടോ ഇതിനകത്ത്? ഇവിടെ ഈ വലിയ വഞ്ചി ഉണ്ടല്ലോ, അത് കെട്ടുവള്ളങ്ങളൊക്കെ വരാനുണ്ട്. അതുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ? എല്ലാം ചെയ്തു കൊടുക്കും. ഓക്കെ, ശരി. എന്നായിരുന്നു പേര് പറയാനില്ല? എൻ്റെ പേര് റജികുമാർ. ഇതിൻ്റെ നടത്തിപ്പല്ലേ? ഞാനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളിവിടെ അടുത്ത് താമസിക്കുന്നവരാണോ? ആണോ? എങ്ങനെ ഈ ബോട്ടിയെട്ടിയെ പറ്റി ഒന്ന് പറഞ്ഞു? നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. റോഡൊക്കെ ഇപ്പോഴാണ്. ഇതിനു മുമ്പാണ് റോഡ് പൊളിഞ്ഞാൽ കഴിയുന്നത്. വണ്ടി ഒന്നും പോകത്തൊന്നുമില്ല. കാറൊക്കെ ഇപ്പോൾ സുഖമായിട്ട് പോകും.
അങ്ങേറ്റം വരെ പോകും. ഇത് എത്ര അങ്ങോട്ടുണ്ട്? കാണുന്നില്ല ഏറ്റവും ലാസ്റ്റത്തെ കൂടാരം. ഓക്കെ, അവിടെ ആൾക്കാർ ഇല്ല നടക്കുന്നുണ്ടോ? പിന്നെ വൈകുന്നേരം രാവിലെ നടക്കാം, രാത്രി. ഓക്കെ, രാവിലെ 4 മണി മുതൽ ഒക്കെ നടക്കുന്ന ആൾക്കാർ. ഇതിലെ ബോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങളിവിടെയൊക്കെ ഉണ്ടായിരുന്നോ? നാടിനൊരു വികസനമാണ് അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.